പ്രാപിപ്പാൻ എന്റെ മംഗളമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. ഇന്നു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എന്റെ മംഗളമോക്ഷപുരത്തിലെപ്പോഴെത്തും ഞാൻ. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും. ഉത്തമഗീതം മനോഹരമായ ഒരു പുസ്തകം. ഉത്തമഗീതം നോക്കുക, ഒരു കാന്തനും കാന്തയുമായിട്ടുള്ള പ്രേമഗീതമാണ്. ആ പ്രേമഗീതം അവസാനിക്കുന്നത്, മലയാള ഭാഷ തെറ്റാണ്, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വായിക്കുന്നു, മേക്ക് ഹേസ്റ്റ് മൈ ബെലവഡ്, എന്റെ പ്രിയ നീ വേഗം വരണേ. അതും ഒരുക്കപ്പെട്ട ശൂന്യമയുടെ വാക്കുകളാണ്. ആ പ്രിയനോടൊത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആ സമയം. എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ സഭ അവന് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ്. ഏത് സമയം എന്റെ കർത്താവ് വന്നെന്നെ ചേർക്കുമെന്നുള്ള പ്രതീക്ഷ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടവരാണ് ദൈവമക്കൾ. ആ ചിന്ത അവരെ എന്നും ഭരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ രണ്ടു കൂട്ടരെ കണ്ടു. ഒന്ന് മരിച്ചുപോയ വിശുദ്ധന്മാർ, മറ്റൊന്ന് രൂപാന്തരപ്പെടുന്ന വിശുദ്ധന്മാർ. ഇപ്പോൾ കർത്താവ് വരികയാണെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ മരിക്കത്തില്ല, അവർക്ക് രൂപാന്തരം സംഭവിക്കും. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു തലമുറ മരിക്കത്തില്ല. ഒരു തലമുറ മരിക്കുന്നില്ല. നമ്മൾ വായിക്കുന്നില്ല. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോഴും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും പൗലോസ് പറയുന്നുണ്ട് ആ കാര്യം. നമ്മൾ മരിക്കാതെ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും. ഒരു കാര്യം ഓർക്കുക, ഒരു തലമുറ മരിക്കുന്നില്ല. കർത്താവിന്റെ 2ാം വരവിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. സ്തോത്രം. 2 കൂട്ടരാണ്. ഈ 2 കൂട്ടർ കൂടി പറയുന്ന ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. 55-ാം വാക്യം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 15-ന്റെ 55-ാം വാക്യം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? നോക്കുക, 2 പ്രയോഗമാണ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഇംഗ്ലീഷ് ബൈബിള് നമ്മൾ നോക്കിയാൽ ഒരല്പം വ്യത്യാസമുണ്ട് ആ പ്രയോഗത്തിന്. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഓ ഡെത്ത് വെർ ഇസ് യുവർ സ്റ്റിംഗ്? ഓ ഡെത്ത് വെർ ഇസ് യുവർ സ്റ്റിംഗ്? അതാര് പറയുന്നതാ? മരിക്കുവാൻ വിഷമുള്ള കുത്തിവെക്കുമ്പോൾ മരിക്കുന്നു. മരിക്കാത്തവർ രൂപാന്തരപ്പെടുന്നവർ പറയുകയാണ്, ഞാൻ മരിച്ചില്ല. ഓ ഡെത്ത്, മരണത്തെ വെല്ലുവിളിക്കുകയാണ്. ഓ ഡെത്ത് വെർ ഇസ് യുവർ സ്റ്റിംഗ്? നിനക്കെന്നെ കുത്തുവാൻ കഴിഞ്ഞില്ല. മറ്റൊരു കൂട്ടര് മരിച്ചുപോയവര്, ഓ ഹെഡീസ് വെർ ഇസ് യുവർ വിക്ടറി? പാതാളത്തിൽ കിടക്കുന്നവർ അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ പറയുന്നു, അവർ പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ നിന്റെ ജയം എവിടെയാണ്? 2 കൂട്ടരുടെ വാക്കുകൾ. മരിക്കാത്തവർ പറയുന്ന വാക്കാണ് ഓ ഡെത്ത് വെർ ഇസ് യുവർ സ്റ്റിംഗ്? നിനക്കെന്നെ കുത്താൻ കഴിഞ്ഞില്ല. 2 മരിച്ചുപോയവർ പറയുന്ന വാക്കാണ് ഓ ഡെത്ത് ഓർ ഹെഡീസ് വെർ ഇസ് യുവർ വിക്ടറി? നിന്റെ ജയം എവിടെയാണ് എന്ന് ചോദിക്കും. എന്നാൽ ഈ വാക്യം പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തതാണ്. ഞാൻ ആ പഴയ നിയമ വാക്യം വായിച്ചിട്ട് എൻ്റെ മനസ്സ് നന്ദി കൊണ്ട്, കർത്താവിനോട് നന്ദി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എനിക്കത് വായിക്കാൻ കൊതിയുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചോട്ടെ. ഹോശേയ പ്രവചനം 13-ാം അധ്യായം എടുത്താട്ടെ. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി നന്ദിയുള്ളതായി തീരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. പുതിയ നിയമ ഭക്തന്മാരുടെ അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ അവിടെ വായിച്ചത്. ഈ കർത്താവിന്റെ വരവിൽ 2 കൂട്ടര്. എന്നാൽ ഹോശേയ പ്രവചനം 13-ാം അധ്യായം നോക്കിയാട്ടെ. അതിന്റെ നമുക്ക് 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. മതി. ഈ ഭാഗമാണ്, ഇതിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ച 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ ആ ഭാഗത്തെടുത്ത് 55-ാം വാക്യം കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്ന് ചോദിച്ച്,
ഇവിടെ ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. ബൈബിള് പഠിക്കുന്നവര് കഴിയുന്നതും ഇംഗ്ലീഷ് ബൈബിളും മറ്റ് ഭാഷാന്തരങ്ങളൊക്കെ എത്രയുണ്ടോ അതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ മീനിങ് ആയി മാറും. ഈ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. I will ransom them from the power of the Sheol or grave. I will redeem them from death. O death, I will be your plague. O Sheol, I will be your destruction. New King James Version. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഒന്നുകൂടെ വായിക്കുകയാണ്. ആരായി പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. I will എന്ന് 4 പ്രാവശ്യം ആ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അത് ചെയ്യും. ആരാ ഇത്? യേശുക്രിസ്തുവിന് അല്ലാതെ ഈ വാക്കുകൾ മറ്റാർക്കും പറയാൻ കഴിയില്ല. അവൻ പറയുകയാണ്, I will ransom them from the power of grave or Sheol. ഞാൻ പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കും. 2, I will redeem from death. അവരെ മരണത്തിൽ നിന്ന് ഞാൻ വീണ്ടെടുക്കും. എന്നിട്ട് പറയുകയാണ്, ഓ death, അല്ലയോ മരണമേ, I will be your plague. നിന്റെ സംഹാരകൻ ഞാനായിരിക്കും. മരണമേ, നിന്റെ സംഹാരകൻ ഞാനായിരിക്കും. ഓ grave or Sheol, I will be your destruction. നിന്റെ നാശകൻ ഞാനായിരിക്കും. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. മരണത്തെ തോൽപ്പിച്ചിട്ടില്ലേ? അവൻ വന്നു ഈ ഭൂമിയിൽ. ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മാനവരാശിക്ക് രക്ഷ കൊടുക്കുവാൻ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഭൂമിയിൽ വന്നിട്ട് അവൻ ചെയ്തത് മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചു. സ്തോത്രം. മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ചു. പാതാള ഗോപുരങ്ങൾക്ക് അവനെ പിടിച്ചു വെപ്പാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞതുപോലെ 3-ാം ദിവസം അതിന്റെ ഗേറ്റുകളെ പൊട്ടിച്ചുകൊണ്ട് ആദ്യഫലമായി മരിച്ചവടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുമ്പോൾ അവൻ മരണത്തെ തോൽപ്പിക്കുകയായിരുന്നു. I will be your plague. നിന്റെ സംഹാരകൻ ഞാനായിരിക്കും. അവനിൽ വിശ്വാസം അർപ്പിച്ച വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അതിന്റെ അനുഗ്രഹം അനുഭവിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ്, കർത്താവിന്റെ മധ്യാകാശ വരവിൽ, ഓ ഡെത്ത്, where is your sting? അല്ലയോ മരണമേ, മരിക്കാതെ രൂപാന്തരപ്പെട്ടവർ പറയുന്ന വാക്കാണ്, where is your sting? നിനക്കെന്നെ കുത്തുവാൻ കഴിഞ്ഞില്ല, ഞാൻ രൂപാന്തരപ്പെട്ടു. മറ്റേ കൂട്ടർ മരിച്ചുപോയവർ, ഹോ ഹെഡീസ്, അല്ലെങ്കിൽ പാതാളത്തെ കുറിച്ച് പറയുകയാണ്, where is your victory? നിന്റെ വിജയം എവിടെയാണ്? സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന വിജയം, നമ്മുടെ കർത്താവ് നമുക്ക് സാധിപ്പിച്ച രക്ഷ. എന്റെ സഹോദരന്മാരെ, ഇതെത്ര വലുതാണ്, എത്ര മനോഹരമാണ്. എനിക്ക് ആ ഭാഗം വർണ്ണിക്കുവാൻ എനിക്ക് സമയം പോരാ. ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് മരണവും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ക്ലാസ് വെച്ചു. ഞാൻ ഒരു ബുക്കാക്കുവാൻ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അനേക നാളുകൾ എടുത്തു പുനരുത്ഥാനം എന്ന ഭാഗം എഴുതി തീർക്കാൻ. എനിക്കതിൻ്റെ മഹത്വം വർണ്ണിപ്പാൻ നിവൃത്തിയില്ല. ആ ബുക്ക് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് നൽകി തന്ന അനുഗ്രഹങ്ങളുടെ പട്ടികയിൽ ഇതുകൂടെ ഉൾപ്പെടുത്തുകയാണ്. സ്തോത്രം. നോക്കുക, ഈ കൊരിന്ത്യർ സഭയ്ക്ക് പൗലോസ് ആദ്യം ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്, ഒരു മർമ്മം. എന്താണ്? നാം എല്ലാവരും മരിക്കത്തില്ല, എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയി. അവർ നമുക്ക് മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ നമ്മൾ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, ആ നാളും നാഴികയെ സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞു. കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുകയും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും. നമ്മുടെ ഒരു വലിയ ദൗത്യം. വേണേ ആ വാക്യം ഒന്ന് വായിച്ചോ സിസ്റ്ററെ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം ഒരു പ്രായോഗികമായ ഒരു ഭാഗമാണ്, സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആ സംശയം ദൂരീകരിക്കണോ വേണ്ടായോ എന്ന് ഒരു വാക്കിലെങ്കിലും പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ 2ാം വരവിനെ കുറിച്ച് പറയുകയാണ്. അതിന്റെ 28 തൊട്ട് എല്ലാം വായിക്കേണ്ട. എന്നാൽ അതിന്റെ 33-ാം വാക്യം മർക്കോസിന്റെ സുവിശേഷം, എപ്പോൾ വന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വിരിപ്പിൻ. യെസ്, ഒരു മനുഷ്യൻ വീട് വിട്ട് പ്രദേശത്ത് പോകുമ്പോൾ
ദാസന്മാർക്ക് അധികാരവും അവനവൻ അതാത് വേലയും കൊടുത്തിട്ട് വാതിൽക്കവനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ച പോലെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. കർത്താവ് എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞു ഉണർന്നിരിക്കാൻ. വാച്ച് ആൻഡ് പ്രേ. കർത്താവ് ഇവിടെ പറഞ്ഞു നോക്കി 33-ാം വാക്യം, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. യെസ്, അതാണ് നമ്മൾ ഓർത്തത്. ആദ്യത്തെ 300 വർഷം സഭ ആശ്ചര്യമായി അത് സൂക്ഷിച്ചു. അവർക്ക് അറിഞ്ഞുകൂടാ എപ്പോൾ കർത്താവ് വരും. അവരതുകൊണ്ട് ഉണർന്നിരുന്ന് ജാഗരൂകരായി അവർ കാത്തിരുന്നു. എന്നാൽ ഇവിടെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് 32-ാം വാക്യം. ആ നാളും നാഴികയെ സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് എപ്പോഴാണെന്ന് യേശുക്രിസ്തുവിന് അറിഞ്ഞുകൂടാ എന്നൊരു ചിന്തയുണ്ട്. ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാനതങ്ങ് ദൂരീകരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിന് ഇന്ന് അറിഞ്ഞുകൂടെ? അറിയാം. യേശുക്രിസ്തുവിന് ഇന്ന് അത് അറിയില്ലെങ്കിൽ അവൻ പിതാവിനെക്കാട്ടിൽ കുറച്ചുകൂടെ കുറവുള്ള ഒരു ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിതാവിനോട് അവൻ സമത്വമുള്ളവനാണ്. അവൻ അറിഞ്ഞുകൂടെ? ഇന്ന് അറിയാം. പിന്നെ എന്തിനാ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞത്? ഞാനത് വിശദീകരിക്കാം. അവൻ തന്നെത്താൻ താഴ്ത്തിയൊരു സന്ദർഭമുണ്ട്. ദൈവത്തിന്റെ ദാസനായി തന്നെത്താൻ താഴ്ത്തി. ദൈവത്തോട് സമത്വമുള്ളവൻ മുറുകെ പിടിക്കാതെ, ആ സമത്വം മുറുകെ പിടിക്കാതെ, ഫിലിപ്പിലേഖനം 2:6-8 വരെയുള്ള വാക്യത്തിൽ അവൻ ഒരു ദാസനായി മാറി. യോഹന്നാൻ 15:15 യോഹന്നാൻ 15:15 യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട്, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക കൊണ്ട്. പുത്രൻ ഇവിടെ ആരാണ്? ദാസനാണ്. ഞാൻ എടുക്കുന്നില്ല വാക്യങ്ങൾ, ഞാൻ പറയട്ടെ. യെശയ്യാവ് 42:1 ഇതാ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. യെശയ്യാവ് 52:1 ഇതാ എൻ്റെ ദാസൻ. എത്രയോ വാക്യം പഴയ നിയമത്തിലുണ്ട്. എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ. ദാസവേഷമെടുത്തു. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട്. നാം യെശയ്യാവ് 50:4-5 വാക്യം വായിച്ചാൽ, രാവിലെ തോറും അവനെ ഉണർത്തി, ശിഷ്യന്മാരുടെ നാവ് അവന് നൽകി, ഓരോ ദിവസവും പ്രഭാതത്തിൽ പിതാവിനോട് ചോദിച്ച് അന്നവൻ പറയേണ്ടിയ വാക്കുകൾ പോലും പിതാവ് അവന് കൊടുത്ത്, നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതാണെന്ന് പറയത്തക്കവണ്ണം പിതാവിനോട് ഏകത്വമായി അവൻ ജീവിച്ചു. ഒരു ദാസനായി വന്നപ്പോൾ, ഒരു മനുഷ്യനായി വിളങ്ങിയപ്പോൾ പ്രാർത്ഥനയിൽ അവന്റെ സമയം രാത്രികളിൽ, പ്രഭാതവേളകളിൽ പിതാവിനോടുള്ള ബന്ധത്തിൽ അവൻ ചെലവഴിക്കുകയാണ്. യെശയ്യാവ് 50 നമ്മൾ വായിക്കുന്നു 4-5 വാക്യത്തിൽ, രാവിലെ തോറും എന്നെ ഉണർത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യന്റെ കാതവന് കൊടുത്തിട്ട് പിതാവ് പറയുന്നത് അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? യോഹന്നാൻ 17:8 എന്താ വായിച്ചത്? നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതാണ്. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതാണ്. അവൻ എന്താ പിന്നെ പറഞ്ഞത്? എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചു. ഒരു പെർഫെക്റ്റ് സെർവന്റ്, ഒരു സമ്പൂർണ്ണ ദാസനായി പിതാവിനോട് ചോദിച്ചു മേടിച്ച് നമുക്കതെല്ലാം നൽകി. അന്നൊരു ദാസനായിരുന്നപ്പോൾ എപ്പോഴാണ് അവന്റെ രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് വെളിപ്പെടുത്തി കൊടുക്കാഞ്ഞതിന്റെ കാരണം യോഹന്നാൻ 17:8 വായിച്ച സിസ്റ്ററെ, യോഹന്നാൻ 17:8 വായിച്ചേ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ മതി. നീ എനിക്ക് തന്ന വചനം ഞാൻ അവന് കൊടുത്തു. പിതാവ് എപ്പോഴാണ് പുത്രന്റെ രാജ്യം സ്ഥാപിക്കുന്നതെന്ന് നാം അറിയരുതെന്ന് ആഗ്രഹിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഏതായാലും കർത്താവിന്റെ രാജ്യം 2003 വരുള്ളൂ, അല്ലെങ്കിൽ 2005 വരുള്ളൂ എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ 1-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം ഇങ്ങനെയായിരിക്കുമോ? സഭാചരിത്രം ഇങ്ങനെയായിരിക്കുമോ? ഇല്ല. അവർ കർത്താവിനെ നോക്കിയിരിക്കത്തൊന്നുമില്ല. ഞാൻ ഓർപ്പിച്ച പോലെ ആദ്യത്തെ 30 വർഷത്തിന്റെ ചരിത്രം ഈ വിധത്തിലായിരിക്കില്ല. അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്തു? അത് വെളിപ്പെടുത്തിയില്ല. പുത്രന് കൊടുത്താൽ പുത്രൻ നമ്മോട് പറയണം, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങൾക്ക് തന്നു എന്ന് പറയുമ്പോൾ ഇത് ലഭിച്ചില്ല.
അവൻ ദാസനായിരുന്നപ്പോൾ കൊടുത്തില്ല. നാം വായിക്കുന്നു, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായികൊണ്ട്. യോഹന്നാൻ 15:15 പിതാവ് അവനത് വെളിപ്പെടുത്തിയില്ല. ഇന്ന് പുത്രൻ അറിയാം, ഇന്ന് പുത്രൻ അറിയാം. അറിയത്തില്ലെന്ന് ആരും പറയരുത്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് അവർക്ക് പറഞ്ഞ വാക്കാണ്. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾക്കറിയില്ല, ഉൽപ്രാവണം എപ്പോൾ നടക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. നാം അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം, ഉപദേശത്തെ നമ്മൾ സൂക്ഷിക്കണം, നമ്മെ തന്നെ നാം സൂക്ഷിക്കണം. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, നിന്നെ തന്നെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. നമ്മളെ സൂക്ഷിക്കണം, നമ്മുടെ കരങ്ങളിൽ തന്ന വചനം സൂക്ഷിക്കണം, നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഉറക്കളച്ചിരിക്കാനല്ല ആഹ്വാനം, വാച്ച്ഫുൾ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഞാൻ അവിടെ നിർത്തട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ വിഷയമെന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഈ ഉൽപ്രാവണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പല ചിന്തകള് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അതെല്ലാം കൂടെ മനസ്സിൽ ഇന്ന് പറഞ്ഞു തീർക്കാനായിട്ട് നിവൃത്തിയില്ല. നാം അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ഓർത്തു. ഞാൻ വീണ്ടും നാളെ അതിൻ്റെ പ്രായോഗിക വശത്തെ ചില കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയം തീരും. എനിക്ക് തോന്നുന്നു എനിക്കിനിയും 10 മിനിറ്റോടുണ്ട്. അവൾ 1 മണിക്കൂറാകും. ഞാനപ്പോൾ നിർത്തിക്കൊള്ളാം. ഞാൻ കൃത്യസമയത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. നോക്കുക, ഈ ഉൽപ്രാവണം എപ്പോൾ നടക്കും അറിഞ്ഞുകൂടാ, വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവ് വരുമ്പോൾ നാം എടുത്തുകൊള്ളപ്പെടും എന്നുള്ളത് സത്യമാണ്. അതിനുശേഷം ഇവിടെ പീഡന കാലഘട്ടം, മഹോപദ്രവ കാലഘട്ടം ഉണ്ടാകും. എന്നാൽ അടുത്തായിട്ട് ഞാൻ പറയട്ടെ, വേദ പണ്ഡിതന്മാരുടെ ഇടയിൽ, ദൈവദാസന്മാരുടെ ഇടയിൽ ഇതോടുള്ള ബന്ധത്തിൽ വലിയ ശബ്ദ കോലാഹലങ്ങളുണ്ട്, വാദഗതികളുണ്ട്. എന്താ വാദഗതികൾ? ഈ ഉൽപ്രാവണം നടക്കുന്നത് എപ്പോഴാണ്? അത് മഹോപദ്രവത്തോടുള്ള ബന്ധത്തിലാണ് അതുണ്ടായിരിക്കുന്ന വാദകോലാഹലങ്ങൾ. എന്താ അങ്ങനെ പറയുന്നതിന്റെ കാരണം? നമുക്കറിയാം, മഹോപദ്രവ കാലഘട്ടം 7 വർഷമാണ്. നമ്മുടെ കർത്താവ് മത്തായി 24:21 പറഞ്ഞു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം. യെരമ്യാവ് രേഖപ്പെടുത്തി, യെരമ്യാവ് 30:7, ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം അത് വലുതായ കഷ്ടം. അതുകൊണ്ടാണ് അതിന്റെ പേര് മഹോപദ്രവ കാലഘട്ടം. മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യൻ ഇന്ന് വരെ അഭികരിച്ചിട്ടില്ലാത്ത അത്ര ഭയാനകമായ ഒരു കാലഘട്ടമായിരിക്കും ഈ മഹോപദ്രവ കാലഘട്ടം. അത് 7 വർഷമാണെന്ന് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി മഹോപദ്രവ കാലഘട്ടം 7 വർഷമാണ്. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 70 ആഴ്ചവട്ടത്തിൽ 69 ആഴ്ചവട്ടവും നിവർത്തിക്കപ്പെട്ടു. ഇനി യഹൂദനുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുവാൻ ഒരാഴ്ചവട്ടം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 7 വർഷം. ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സഭ ഉൽപ്രാവണത്താൽ മാറ്റപ്പെട്ട ശേഷം യഹൂദനുള്ള ബന്ധത്തിൽ ഇടപെടുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് 70-ാമത്തെ ആഴ്ചവട്ടമാണ്, 7-year പീരീഡ്. മഹോപദ്രവം അതുകൊണ്ടാണ് 7 വർഷമാണെന്ന് നാം പറയുന്നതിൻ്റെയും വേദപുസ്തകത്തിന്റെ തെളിവും നമ്മൾ എടുക്കുന്നത്. അതിന്റെ പഠനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഒരു കാര്യം മാത്രം വിശ്വസിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക, മഹോപദ്രവ കാലഘട്ടം 7 വർഷമാണ്. ഇനി നമ്മൾ ദൈവദാസന്മാരെ ശ്രദ്ധിച്ചാൽ, ദൈവദാസന്മാരുടെ ഇടയിൽ ഒരു വാദമുണ്ട്, ഒരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റ് കൊണ്ട് വ്യത്യസ്തമായ വിഷയങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്. നമുക്കതുകൊണ്ട് അവരോട് കൂട്ടായ്മയ്ക്കൊന്നും തടസ്സം വരേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ സ്നേഹിക്കേണ്ടതാണ്. അവരിലെ ഏത് കൂട്ടമെടുത്താലും ആ കൂട്ടത്തിൽ തികഞ്ഞ ആത്മികന്മാരുണ്ട്, കർത്താവിന് പ്രയോജനപ്പെടുന്നവരുമുണ്ട്. ആരാണ് ഈ കൂട്ടര്? ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രീ ട്രിബുലേഷൻ, അവരെ പറയുന്നത് പ്രീ ട്രിബുലേഷനിസ്റ്റ്. ഇന്ന് ഡിഗ്രി പഠിക്കണം, കേരളത്തിലെ കാര്യമാണ്, ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ന് ഡിഗ്രി പഠിക്കണമെങ്കിൽ 2 വർഷം കൂടെ +2 എന്ന് പറയും. +2 10ാം ക്ലാസ് കഴിയുമ്പോൾ സ്കൂൾ സാധാരണ കഴിയും. പിന്നീട് +2 1, 2, 11, 12 കൂടെ പഠിക്കണം. ഞാൻ പഠിച്ച കാലത്ത് +2 എന്നല്ല അതിന് പറഞ്ഞത്, പ്രീ ഡിഗ്രി എന്നാ പറഞ്ഞത്, ബിഫോർ ഡിഗ്രി. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ പ്രീ ഡിഗ്രി പാസ്സാകണം.
ഇന്ന് ഡിഗ്രിക്ക് പഠിക്കണമെങ്കിൽ +2 പാസ്സാകണം. ആ 11നും 12നും അന്ന് പറഞ്ഞിരുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി, ബിഫോർ ഡിഗ്രി. അതുപോലെ തന്നെ 7 വർഷം മഹോപദ്രവ കാലഘട്ടത്തിന്റെ മുമ്പ്, തുടങ്ങുന്നതിന് മുമ്പ് ദൈവസഭ ഉൽപ്രാവണത്താൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ പേരാണ് പ്രീ ട്രിബുലേഷനിസ്റ്റ്. ആ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. പ്രീ ട്രിബുലേഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹോപദ്രവത്തിന് മുമ്പ് ലോകത്തിൽ നിന്ന് സഭ മാറ്റപ്പെടും, അല്ലെങ്കിൽ സഭയുടെ പണി പൂർത്തീകരിക്കും. ഇനി വേറൊരു കൂട്ടരുണ്ട്, മഹോപദ്രവം മുഴുവൻ സഭ കടന്നുപോകും. 7 വർഷം മഹോപദ്രവം കൂടെ കടന്നുപോയിട്ടേ ഉൽപ്രാവണം നടക്കുകയുള്ളൂ. അവരുടെ പേരാണ് പോസ്റ്റ് ട്രിബുലേഷനിസ്റ്റ്. പോസ്റ്റ് ട്രിബുലേഷൻ, അവരുടെ പേരാണ് പോസ്റ്റ് ട്രിബുലേഷൻ. സാധാരണ അവരെ ഒറ്റ വാക്കിൽ പറയും പോസ്റ്റുകാരാണെന്ന് പറയും. അതിന്റെ കാരണം പോസ്റ്റ് ട്രിബുലേഷൻ, ട്രിബുലേഷൻ കഴിഞ്ഞ് ഉൽപ്രാവണം നടക്കുകയുള്ളൂ. അപ്പൊ 2 വാദഗതികൾ പ്രധാനമായി: പ്രീ ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്നത് മഹോപദ്രവത്തിന് മുമ്പ് ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെടും. പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത് മഹോപദ്രവം കഴിഞ്ഞിട്ട് സഭ അതിന്റെ ശേഷമേ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. ഇത് കൂടാതെ വേറെ ഒരു കൂട്ടരുണ്ട്, അവരുടെ പേരാണ് മിഡ് ട്രിബുലേഷനിസ്റ്റ്. മിഡ് ട്രിബുലേഷനിസ്റ്റ് മഹോപദ്രവ കാലഘട്ടം ആരംഭിച്ച് 3.5 വർഷം കഴിഞ്ഞ് ഉൽപ്രാവണം നടക്കുകയുള്ളൂ. അവരുടെ പേരാണ് മിഡ് ട്രിബുലേഷനിസ്റ്റ്. അപ്പൊ 3 കൂട്ടരായി: പ്രീ ട്രിബുലേഷനിസ്റ്റ്, മഹോപദ്രവത്തിന് മുമ്പ് സഭ മാറ്റപ്പെടും; മിഡ് ട്രിബുലേഷനിസ്റ്റ്, മഹോപദ്രവത്തിന്റെ മധ്യഭാഗത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ സഭ മാറ്റപ്പെടും; പോസ്റ്റ് ട്രിബുലേഷനിസ്റ്റ്, മഹോപദ്രവം കഴിയുമ്പോൾ സഭ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇനി ഇതുകൂടാതെ വേറെ ഒരു കൂട്ടരോടുണ്ട്, 4മതൊരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ്, അവർ വിശ്വസിക്കുന്ന തിയറിയാണ് പാർഷ്യൽ റാപ്ചർ തിയറി, ഭാഗികമായ ഉൽപ്രാവണത്തിന്റെ സിദ്ധാന്തം, പാർഷ്യൽ റാപ്ചർ തിയറി. അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു വരും, ഉൽപ്രാവണം നടക്കും, പക്ഷേ ഉൽപ്രാവണ സമയത്ത് വിശുദ്ധന്മാരെ മാത്രമേ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ, എല്ലാവരെയും എടുത്തുകൊള്ളത്തില്ല. ആദ്യമേ നമുക്ക് അതങ്ങ് മാറ്റാം. അത് മാറ്റാൻ എന്താ മാർഗം? നോക്കുക, 1 കൊരിന്ത്യർ 15-ാമത്തെ വാക്യം നമ്മൾ എടുത്താട്ടെ. അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം. ഞാൻ ആ ഭാഗം ചൂണ്ടിക്കാണിക്കാം. കൊരിന്ത്യ ലേഖനത്തിൽ 1ഉം 2ഉം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെ 2ഉം 3ഉം അധ്യായം പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്: ദൈവസഭയിൽ ജഡികന്മാരുമുണ്ട്, ആത്മികന്മാരുമുണ്ട്. ഇതേ ലേഖനം ഒരു നിമിഷം നോക്കിക്കാട്ടെ. 2-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 16-ാം വാക്യം, 15ഉം 16ഉം. ആത്മികനോ സകലത്തെയും വിവേചിക്കുന്നു, താനാരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നതാർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആരാ? ആത്മികന്മാരാണ്. എന്നാൽ 3-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിപ്പാൻ കഴിവുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരും, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യം മുടക്കമിരിക്കെ നിങ്ങൾ ജഡികന്മാരും, ശേഷം മനുഷ്യരെ പോലെ. മറ്റൊരു കൂട്ടരെ ജഡികന്മാർ. ആത്മികന്മാർ ക്രിസ്തുവിന് മനസ്സുള്ളവർ, ജഡികന്മാരോ ഈർഷ്യവും പിണക്കവും ഇരിക്കുന്നവർ. ആത്മികമായ ശിശുത്വത്തിന്റെ പാഠങ്ങൾ മാത്രം പഠിക്കുവാൻ, പാല് മാത്രം കുടിച്ച് ജീവിക്കാൻ കഴിയുന്നവർ, കട്ടിയായ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ ജഡീകന്മാരാണ്. യു ആർ മിയർമെൻ, വെറും മനുഷ്യരെ പോലെ ജഡീകന്മാരാണ്. 2 കൂട്ടം ആളുകളുണ്ട്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം ഞാൻ വായിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചാട്ടെ. 52-ാം വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ 4 പ്രാവശ്യം ഒരു പദം പൗലോസ ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും, നാം എല്ലാവരും. വീണ്ടും 52-ാം വാക്യത്തിന്റെ മധ്യഭാഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വീണ്ടും
അതിന്റെ അവസാനത്തിൽ 52 വാക്യത്തിൽ നാം രൂപാന്തരപ്പെടും, നാം രൂപാന്തരപ്പെടും. 3 പ്രാവശ്യം 52 വാക്യത്തിൽ നാം എന്ന പദം ഉപയോഗിക്കുമ്പോൾ ആരെയൊക്കെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പൗലോസ് കൊരിന്ത്യ വിശ്വാസികൾക്ക് എഴുതുകയാണ്. അവിടെയുള്ള ആത്മികന്മാരെ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ? അല്ല, ജഡീകന്മാരായ വിശ്വാസികളുണ്ട്, അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞില്ല ആത്മികന്മാർ രൂപാന്തരപ്പെടും, ആത്മികന്മാരെ എടുത്തുകൊള്ളപ്പെടും, ആത്മികന്മാർ മാത്രം രൂപാന്തരപ്പെടും. പൗലോസ് അത് പറഞ്ഞില്ല. പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ആത്മികന്മാരും ജഡികന്മാരും ഉള്ള സഭയോട് പറയുകയാണ്, നാം എല്ലാവരും അവരുടെ ആത്മിക നിലവാരത്തെ കണക്കാക്കാതെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ സ്പിരിച്വൽ കണ്ടീഷൻ. ഇതാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും. നമുക്ക് ആ ഭാഗം പിന്നെ നോക്കാം. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും. ഉറങ്ങിപ്പോകേണ്ടവരല്ല നാം. ആത്മികമായി ഉറക്കം പറ്റുപോയി, ആത്മികമായി ക്ഷീണം സംഭവിച്ചു പോയി. എന്നാൽ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ കർത്താവിന്റെ മധ്യാകാശവരവിൽ എൻ്റെ ആത്മിക നിലവാരം കണക്കാക്കാതെ എന്നെ എടുത്തുകൊള്ളും എന്നുള്ളത് എന്നെ ആശ്വസിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാരമുള്ളവരായനെ. എൻ്റെ ആത്മിക നിലവാരം അവൻ ആഗ്രഹിക്കുന്ന പോലെ ആയോ ഇല്ലയോ എനിക്കറിയില്ല. അവൻ ആഗ്രഹിക്കുന്ന ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ എന്നെ എടുത്തുകൊള്ളുമോ എന്നുള്ള ആ ഭാരം നമ്മളെ എപ്പോഴും ഭരിച്ചേനെ. ഞാനിവിടെ നിർത്തട്ടെ. നമുക്കിത് എത്ര ആശ്വാസമാണ്. എൻ്റെ ആത്മിക നിലവാരത്തെ വിലയിരുത്തിയിട്ടല്ല, എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന ഏക കാരണത്താൽ അവന്റെ മധ്യാകാശവരവിൽ എന്നെ എടുത്തുകൊള്ളും എന്നുള്ളത് ആമീൻ എനിക്ക് എത്ര ആശ്വാസപ്രദമാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു, എൻ്റെ ജീവിതത്തിന്റെ ആത്മീയ നിലവാരം വളർന്നോ ഇല്ലയോ എനിക്കറിയില്ല. നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഞാൻ ഉയർന്നിട്ടുണ്ടോ എനിക്കറിയില്ല. എനിക്കൊന്നറിയാം, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്. ഞാൻ നിന്നിൽ വിശ്വസിച്ചു. നിന്റെ വചനം ഞാൻ വായിക്കുമ്പോൾ ജഡീകന്മാരായ ഈ കൊരിന്ത്യ സഭയിലുള്ളവരെയും അവർ കർത്താവിന്റെ 2ാം വരവിൽ രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടും, നാം എല്ലാവരും എടുത്തുകൊള്ളപ്പെടുമെന്ന് പറയുമ്പോൾ എനിക്കത് ആശ്വാസമാണ്. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ആ നാളും നാഴികയും എപ്പോഴും നമുക്കറിയായിക കൊണ്ട് നമുക്ക് ഉണർന്നിരിക്കാം, കാത്തിരിക്കാം. അവന്റെ വരവിനെ നമുക്ക് ബന്ധപ്പെടുത്താം. ഈ പഠനം നാളെ നമുക്ക് തുടരാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. സർഗഭാഗ്യം യോഗ്യം ആർക്കു വർണ്ണിക്കാം. ആദിൻ ഭാഗ്യമോർക്കും തോറുമേ നീക്കാശയേറും.